എല്ലാവർക്കും നമസ്കാരം. IPM-IAS അക്കാഡമിയുടെ പ്രിലിംസ് 2025 എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ നമ്മളൊന്ന് അനലൈസ് ചെയ്യുകയാണ്. അതിൽ ഇന്ത്യൻ പോളിറ്റിയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയായിരുന്നു ക്വസ്റ്റ്യൻസ് വന്നതെന്നും എന്തൊക്കെയാണ് ആൻസേഴ്സും എന്നുള്ള കാര്യം നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. ഓക്കെ, സോ പ്രിലിംസ് 2025 എക്സാംസ് കഴിഞ്ഞു, പ്രിലിംസ് എക്സാം കഴിഞ്ഞു. ഇനിയിപ്പോ അടുത്തത് മെയിൻസിലേക്കുള്ള സെലക്ഷൻ നോക്കിയിരിക്കുകയാണ് എല്ലാവരും, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു ആൻസർ കീ അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. എങ്കിലായിരിക്കും നമുക്ക് ഇനിയും പ്രിപ്പയർ ചെയ്യണോ, ഇനി ഞാൻ അടുത്ത സ്റ്റെപ്പ് എടുക്കണോ എന്നൊക്കെയുള്ള പല ക്വസ്റ്റ്യൻസ് നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പൊ അതിനൊന്ന് സോർട്ട് ഔട്ട് ചെയ്യാൻ ഈ ഒരു ഐഡിയ ഉള്ളത് നല്ലതാണ്. അപ്പൊ നമുക്കൊന്ന് നോക്കാം, ഇന്ത്യൻ പോളിറ്റിയുടെ ക്വസ്റ്റ്യൻസ് ഒന്ന് നമുക്ക് കാണാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. Panchayats at the intermediate level exist in all states. Okay, panchayats at the intermediate level exist in all states. To be eligible to be a member of the panchayat at the intermediate level, a person should attain the age of 30 years. So, ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതിനകത്ത് അവർ ഇന്റർമീഡിയറ്റ് ലെവലില് എല്ലാ സ്റ്റേറ്റിലും ഉണ്ടാകണമെന്നാണ് പറയുന്നത്. സോ അങ്ങനെ ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. ഓക്കെ, സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ വരുന്ന അടുത്ത മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അവർ പറഞ്ഞേക്കുന്നത് 30 ഇയേഴ്സ് ഏജ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെന്റും റോങ് ആണ്. 21 ഇയേഴ്സ് ആണ് നമുക്ക് വേണ്ടത്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ വരുന്നത്, ദ ചീഫ് മിനിസ്റ്റർ ഓഫ് എ സ്റ്റേറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് എ കമ്മീഷൻ ടു റിവ്യൂ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് പഞ്ചായത്ത് at the intermediate levels and to make recommendations regarding the distribution of the net proceeds, taxes and duties leviable by the state between the state and panchayats at the intermediate level. So basically മൂന്ന് ക്വസ്റ്റ്യൻസും അവർ ഉദ്ദേശിക്കുന്ന പഞ്ചായത്തിനെ പറ്റിയിട്ടുള്ള ചോദ്യമാണ്. പക്ഷെ ചെറിയൊരു എറർ വരുത്തിയാണ് അവർ മൂന്ന് ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ചീഫ് മിനിസ്റ്ററിന് പകരം ആക്ച്വലി വരേണ്ടത് ഗവർണറാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റ്സും റോങ് ആണ്. ഓക്കെ, ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റ്സും റോങ് ആണ്. സോ വിച്ച് ഓഫ് ദി സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ എബവ് ആർ നോട്ട് കറക്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ നമ്മൾ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത് ക്വസ്റ്റ്യൻ എൻഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, വിച്ച് ഓഫ് ദി സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ എബവ് ആർ നോട്ട് കറക്റ്റ്. അപ്പം ഇതിൽ പറഞ്ഞിട്ടുള്ള ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് അല്ലാത്തത്. അപ്പൊ നമുക്കറിയാം മൂന്ന് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് അല്ല. അതിനുള്ള ഉത്തരം ഇവിടെ താഴെ കിടപ്പുണ്ട്. 1, 2, 3. ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് അല്ല. ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. പക്ഷേ ചിലപ്പോൾ നമുക്ക് സംഭവിക്കാവുന്ന ഒരു തെറ്റുണ്ട്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കില്ല. ഈ നോട്ട് കറക്റ്റിലെ നോട്ട് ചിലപ്പോൾ നമ്മൾ നോട്ട് ചെയ്യണമെന്നില്ല. സോ അപ്പൊ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അതിന് പറ്റുന്ന ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടെങ്കിൽ, കാരണം നമ്മൾ ശ്രദ്ധിച്ചു വായിക്കാത്തതുകൊണ്ടാണ് വിച്ച് ഓഫ് ദി സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ എബവ് ആർ നോട്ട് കറക്റ്റ് എന്നുള്ള ആ ഒരു നോട്ട് കൃത്യമായിട്ട് എംഫസൈസ് ചെയ്ത് വായിക്കാത്തതുകൊണ്ടാണ് നമുക്ക് അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവുന്നത്. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യനകത്ത് അല്ലെങ്കിൽ ഈ ഓപ്ഷനകത്ത് അങ്ങനെ ഒരു സ്പെസിഫിക് സംഭവം ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ ഇത് കൺഫ്യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് കെയർലെസ്നെസ് കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Consider the following statements with regard to pardoning power of the President of India. Pardoning power. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം പ്രസിഡന്റിന്റെ പാർഡനിങ് പവറിനെ പറ്റിയിട്ട് അറിയാം. സോ ഏതൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് നോക്കാം. The exercise of this power by the president can be subjected to limited judicial review. ഓക്കെ, അത് ശരിയാണ്. കാരണം നമുക്കറിയാം ഈ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ജുഡീഷ്യൽ റിവ്യൂ എന്നൊരു ആസ്പെക്ട് ഉണ്ട്. ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുമ്പോൾ ജുഡീഷ്യറിക്ക് ഇടപെടാൻ കഴിയുന്ന ഒരു എലമെന്റ് ആണ്, അല്ലെ? അപ്പൊ ജുഡീഷ്യറിക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ലിമിറ്റഡ് ലെവലിൽ ജുഡീഷ്യറിക്ക് ഇതിനെ റിവ്യൂ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. എന്നാൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് പ്രസിഡന്റ് ക്യാൻ എക്സസൈസ് ദിസ് പവർ വിത്തൗട്ട് ദി അഡ്വൈസ് ഓഫ് ദി സെൻട്രൽ ഗവൺമെന്റ് എന്നാണ്. സോ അത് റോങ് ആണ്. കാരണം നമ്മൾ തന്നെ പഠിച്ചിട്ടുള്ളതാണ്, ആർട്ടിക്കിൾ 74 എടുത്ത് നോക്കുവാണെങ്കിലും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എയ്ഡ് ആൻഡ് അഡ്വൈസിന് എപ്പോഴും പ്രസിഡന്റിന് വേണ്ടിയിട്ടുള്ള എയ്ഡ് ആൻഡ് അഡ്വൈസിന് നിലനിൽക്കുന്ന ഒരു ബോഡിയാണ് യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. അപ്പൊ ഇതിൽ ഏതാണ് ഉത്തരം വരുന്നത്? ഏതാണ്? വിച്ച് ഓഫ് ദി സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ അബവ് ഈസ് ഓർ ആർ കറക്റ്റ് എന്നാണ് ചോദ്യം. ഇവിടെ നോട്ട് എന്നുള്ള കാര്യമില്ല, ഈസ് ഓർ ആർ കറക്റ്റ്. അപ്പൊ എന്താണ് കറക്റ്റ്? ഈ ഒറ്റ സ്റ്റേറ്റ്മെന്റ് മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൂ. സോ സ്റ്റേറ്റ്മെന്റ് 1 ഓൺലി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. വിത്ത് റെഫറൻസ് ടു ദി ഇന്ത്യൻ പോളിറ്റി കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. നമുക്ക് നോക്കാം. ആൻ ഓർഡിനൻസ് ക്യാൻ അമെൻഡ് എനി സെൻട്രൽ ആക്ട്. ഒരു ഓർഡിനൻസിന് ഏതൊരു സെൻട്രൽ ആക്ടിനെ വേണമെങ്കിലും അമെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. അപ്പൊ ഇത് കറക്റ്റ് ആണോ അല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഇത് കറക്റ്റ് ആണ്. ഒരു ഓർഡിനൻസിന് ഏതൊരു സെൻട്രൽ ആക്ടിനെ വേണമെങ്കിലും അമെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്തത്, ആൻ ഓർഡിനൻസ് ക്യാൻ അബ്രിഡ്ജ് എ ഫണ്ടമെന്റൽ റൈറ്റ്.
സോ അവിടെ വരുമ്പോൾ പ്രശ്നമാണ്. കാരണം നമുക്ക് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത് ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഫണ്ടമെന്റൽ റൈറ്റിനെ അബ്രിഡ്ജ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഓർഡിനൻസിന് ഫണ്ടമെന്റൽ റൈറ്റിനെ അബ്രിഡ്ജ് ചെയ്യാനുള്ള അവകാശമില്ല. അപ്പൊ എന്താണ്, ഇത് റോങ് ആണ്. ഇനി അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ ഉണ്ട്, ആൻ ഓർഡിനൻസ് ക്യാൻ കം ഇൻ ടു എഫക്ട് ഫ്രം എ ബാക്ക് ഡേറ്റ്. ഓക്കെ, ഒരു ഓർഡിനൻസിന് ഒരു ബാക്ക് ഡേറ്റിൽ നിന്നും ഒരു എഫക്റ്റ് ആയിട്ട് വരാനായിട്ട് സാധിക്കും. ഓക്കെ, അതിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പം അതും കറക്റ്റ് ആണ്, ഈ ഒരു ഓപ്ഷനും കറക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ ഏതൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആയിട്ട് വരുന്നത്? 1 and 3. ഓക്കെ, 1 and 3 ആണ് ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഈ 1, 2 സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് റോങ് ആണ്. കാരണം ഫണ്ടമെന്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ഇതൊക്കെ ബേസിക് ആയിട്ട് നമുക്ക് ചിലപ്പോൾ കോമൺ സെൻസ് യൂസ് ചെയ്താലും വിത്ത് കണക്ടിങ് ഇറ്റ് വിത്ത് അവർ നോളജ്, സ്റ്റാറ്റിക് നോളജുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് questions ആണ് ഇതൊക്കെ. Consider the following statements. The Constitution of India explicitly mentions that in certain spheres the governor of a state acts in his or her own discretion. Okay, so ഇത് ചിലപ്പോൾ ഒരു കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. കാരണം ഗവർണറിന്റെ സ്വന്തം ഡിസ്ക്രിപ്ഷനിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുമോ? നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുള്ളത് ഗവർണർക്കും പ്രസിഡന്റിനും ഒക്കെ ആണെങ്കിലും എപ്പോഴും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ഒരു എയ്ഡ് ആൻഡ് അഡ്വൈസ് ആവശ്യമാണെന്നാണ്. പക്ഷേ സ്പെസിഫിക് ആയിട്ട് നമ്മൾ 163 ആർട്ടിക്കിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്ന് നമുക്ക് തന്നെ പറയാം. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോകുമ്പോൾ, ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ക്യാൻ ഓഫ് ഹിസ് ഓർ ഹെർ ഓൺ റിസർവ് എ ബിൽ പാസ്ഡ് ബൈ a state legislature for his or her consideration without it being forwarded by the governor of the state concerned. അപ്പൊ ഇതൊരു ചോദ്യമാണ്. കാരണം ഒരു സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലെ ഒരു ബില്ല് ഒരു പ്രസിഡന്റിന് നേരെ എടുത്തുകൊണ്ട് സ്വന്തം കൺസിഡറേഷന് വേണ്ടിയിട്ട് വെക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ്. ഇല്ല. കാരണം ഈ ഒരു റീകൺസിഡറേഷൻ എന്ന് പറയുന്ന സംഭവം ചെയ്യുന്നത്, അല്ലെ റിസർവ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഭവം ചെയ്യുന്നത് ഗവർണറാണ് അത് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന നെയിം ഏതാണ്, അല്ലെ ടൈറ്റിൽ ഏതാണ്? പ്രസിഡന്റ് എന്നുള്ളതാണ് യൂസ് ചെയ്തേക്കുന്നത്. സോ അതാണ് ഇവിടുത്തെ റോങ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഗവർണറാണ് ആ ഒരു പവർ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് റോങ് ആണ്. അപ്പം ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് വരുന്നത്? സ്റ്റേറ്റ്മെന്റ് 1 ഓൺലി ആണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. കൺസിഡർ ദ ഫോളോയിങ് പേഴ്സ്. പ്രൊവിഷൻ ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആൻഡ് സ്റ്റേറ്റഡ് അണ്ടർ. ഈ രണ്ട് പാർട്ടിലേക്കാണ് നമ്മളിത് കണക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം ദ എക്സിക്യൂട്ടീവ് ഇൻ ദ പബ്ലിക് സർവീസസ് ഓഫ് ദി സ്റ്റേറ്റ്. അപ്പൊ ഏത് പാർട്ടിൽ വരുമെന്നാണ് പറയുന്നത്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. കറക്റ്റ് ആണ്. കാരണം DPSPയിലാണ് ഈ ഒരു പർട്ടിക്കുലർ പൊസിഷൻ വരുന്നത്. സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ് എന്നുള്ളൊരു പ്രൊവിഷൻ വരുന്നത് DPSPയിലാണ്. അടുത്തത് വാല്യൂയിങ് ആൻഡ് പ്രിസർവിംഗ് ദ റിച്ച് ഹെറിറ്റേജ് ഓഫ് അവർ കോമ്പോസിറ്റ് കൾച്ചർ. അപ്പം നമ്മളുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയുടെ ഒരു ഭാഗം തന്നെയാണ്. നമ്മൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ന് പറയുന്ന പാർട്ട് 4A എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് വാല്യൂയിങ് ആൻഡ് പ്രിസർവിംഗ് ദ റിച്ച് ഹെറിറ്റേജ് ഓഫ് അവർ കോമ്പോസിറ്റ് കൾച്ചർ എന്നുള്ള കാര്യം. ഇപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അടുത്തത് പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ ബിലോ ദ ഏജ് ഓഫ് 14 years ഇൻ ഫാക്ടറീസ്. അപ്പം റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്ന നമ്മുടെ ആർട്ടിക്കിൾസിൽ പറഞ്ഞിട്ടുള്ള, നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിൽ പാർട്ട് 3 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ള ഒരു സ്പെസിഫിക് ആർട്ടിക്കിൾ ആണ്. അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്താണ്? 14 വയസ്സിൽ താഴ്ന്ന കുട്ടികളെ ഫാക്ടറീസ് പോലുള്ള ഹസാഡസ് എംപ്ലോയ്മെന്റിൽ ജോയിൻ ചെയ്യിക്കാൻ അല്ലെങ്കിൽ ജോലി ചെയ്യിക്കാൻ പാടില്ല എന്നുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ഈ 3 കണക്ഷൻസും അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള പേഴ്സും കറക്റ്റ് ആണ്. അപ്പൊ ഉത്തരം ഏതാണ്? സി ആണ് ഉത്തരം, ഓൾ ദി 3. അടുത്തത്, വിത്ത് റെഫറൻസ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഇഫ് ആൻ ഏരിയ ഇൻ എ സ്റ്റേറ്റ് ഈസ് ഡിക്ലെയർഡ് ആസ് ഷെഡ്യൂൾഡ് ഏരിയ അണ്ടർ ദ 5th ഷെഡ്യൂൾ. ഓക്കെ, 5th ഷെഡ്യൂളിൽ ഷെഡ്യൂൾഡ് ഏരിയ ആയിട്ട് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ the state government loses its executive power in such areas and a local body assumes total administration. ഇത് റോങ് ആണ്. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. അപ്പൊ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ, ഒരു ഷെഡ്യൂൾഡ് ഏരിയ ആയിട്ട് മാറുകയാണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഫുൾ എക്സിക്യൂട്ടീവ് പവർ ഒന്നും പോകുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. സോ ദ സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. Then the union government can take over the total administration of such areas under certain circumstances on the recommendation of the governor. അപ്പം ഇതും റോങ് ആണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റും റോങ് ആണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഏതൊക്കെയാണ് ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് വരുന്നത്? ഒരു സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആയിട്ട് വരാത്തത് കൊണ്ട് തന്നെ നെയ്തർ 1 nor 2 എന്നുള്ളതാണ് ഇതിനകത്തെ
ഉത്തരം. ഏതാണ്? ഈ ഒരു ഫിഫ്ത്ത് ഷെഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, ഷെഡ്യൂൾഡ് ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഷെഡ്യൂൾഡ് ഏരിയ കൃത്യമായിട്ട് വായിച്ചു നോക്കിയാലേ, നമ്മുടെ ഷെഡ്യൂൾസ് കൃത്യമായിട്ട് വായിച്ചു നോക്കിയാലേ നമുക്ക് ഈ ക്വസ്റ്റ്യൻസിലേക്കൊക്കെ എത്തിച്ചേരാനായിട്ട് സാധിക്കത്തുള്ളൂ, ഈ ഉത്തരങ്ങളിലേക്കൊക്കെ എത്തിച്ചേരാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം സ്റ്റാറ്റിക് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു എക്സാമിനേഷൻ തന്നെയാണിത്. ഓക്കെ, നമ്മുടെ ഇന്ത്യൻ പോളിറ്റിയും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ കൃത്യമായി തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യം മനസ്സിലാക്കി തരുന്ന ഒരു എക്സാമിനേഷൻ കൂടെയായിരുന്നു. സോ ഇതൊക്കെ വളരെ സ്റ്റാറ്റിക് ആയിട്ടുള്ള നോളജ് ആണ്. ഇപ്പൊ നമുക്ക് നമ്മളുടെ എന്താ പറയുക, കോൺസ്റ്റിറ്റ്യൂഷൻ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ, ഇന്ത്യൻ പോളിറ്റി കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളിലൊക്കെ ഉത്തരത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, കൺസിഡർ ദ ഫോളോയിങ് സബ്ജക്ട്സ് അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ലിസ്റ്റ് 1 യൂണിയൻ ലിസ്റ്റ് ഇൻ ദി 7th ഷെഡ്യൂൾ. അടുത്തത് എക്സ്റ്റെന്റ് ഓഫ് ദി എക്സിക്യൂട്ടീവ് പവർ ഓഫ് എ സ്റ്റേറ്റ്. Then conditions of the governor's office. അപ്പം എന്താണ് ക്വസ്റ്റ്യൻ എന്താണെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായിട്ടില്ല. For a constitutional amendment with respect to which of the above ratification by the legislature of not less than one half of the states is required before presenting the bill to the President of India for assent. അപ്പം സ്റ്റേറ്റ്സിന്റെ റാറ്റിഫിക്കേഷന് കൂടെ വേണ്ടുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതൊക്കെ കാര്യങ്ങൾക്കാണ് വേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. അപ്പം ഫസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? യൂണിയൻ ലിസ്റ്റിലെ ലിസ്റ്റ് 1 എന്ന് പറയുന്ന യൂണിയൻ ലിസ്റ്റിലെ 7th ഷെഡ്യൂൾ അമെന്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റിന് കൃത്യമായിട്ടും സ്റ്റേറ്റിന്റെ റാറ്റിഫിക്കേഷൻ വേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. അടുത്തത് എക്സ്റ്റെന്റ് ഓഫ് ദി എക്സിക്യൂട്ടീവ് പവർ ഓഫ് എ സ്റ്റേറ്റ്. ഓക്കെ, എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദ സ്റ്റേറ്റിന്റെ കാര്യത്തിലും എന്ത് വേണം? റാറ്റിഫിക്കേഷൻ കൃത്യമായിട്ട് തന്നെ വേണം. ഇനി അടുത്ത ഏതാണ്? കണ്ടീഷൻസ് ഓഫ് ദി ഗവർണേഴ്സ് ഓഫീസ്. അവിടെ എന്ത് വേണ്ട? റാറ്റിഫിക്കേഷൻ വേണ്ട. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതൊക്കെയാണ് ഉത്തരമായിട്ട് വരുന്നത്? 1 and 2 ഓൺലി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഏതൊക്കെയാണ്? ലിസ്റ്റ് 1 യൂണിയൻ ലിസ്റ്റ് ഇൻ ദ 7th ഷെഡ്യൂൾ, അതേപോലെ തന്നെ എക്സ്റ്റെന്റ് ഓഫ് ദി എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദി സ്റ്റേറ്റ്. ഈ രണ്ട് കാര്യങ്ങൾക്കും എന്ത് വേണം? നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അത് അമെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റാറ്റിഫിക്കേഷൻ ഓഫ് ദി സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ റിക്വയർഡ് ആണ്. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യനും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. On the dissolution of the House of the People, the Speaker shall not vacate his or her office until immediately before the first meeting of the House of the People after the dissolution. Correct ആണ്, സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സ്പീക്കറിന് അങ്ങനെ വെക്കേറ്റ് ചെയ്ത് പോകാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്തെന്നാൽ, അക്കോർഡിംഗ് ടു ദ പ്രൊവിഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, എ മെമ്പർ ഓഫ് ദി ഹൗസ് ഓഫ് ദി പീപ്പിൾ ഓൺ ബീയിങ് ഇലക്ടഡ് ആസ് സ്പീക്കർ ഷാൽ റിസൈൻ ഫ്രം ഹിസ് ഓർ ഹെർ പൊളിറ്റിക്കൽ പാർട്ടി ഇമ്മീഡിയറ്റ്ലി. അങ്ങനെ ഒരു ആവശ്യകതയില്ല. ഓക്കെ, പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്ന് റിസൈൻ ചെയ്യേണ്ടുന്ന ഒരു ആവശ്യകത ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. ഇന്ത്യൻ കോൺസെപ്റ്റിൽ വേണ്ട, പക്ഷെ യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഒക്കെ കാര്യം എടുക്കുകയാണെങ്കിൽ അത് ആവശ്യമാണ്. The Speaker of the House of the People may be removed from his or her office by a resolution of the House of the People passed by a majority of all the then members of the House, provided that no resolution shall be moved unless at least 14 days notice has been given to of the intention to move the resolution. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. അപ്പൊ ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റുമാണ് ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് സ്പീക്കറിനെ റിമൂവ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അവിടെ ഒരു വേക്കൻസി വരുന്നതിനെ പറ്റിയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. സോ ഉത്തരം എന്ന് പറയുന്നത് സി ആണ്, 1 and 3 ഓൺലി. Consider the following statements. If any question arises as to whether a member of the House of the People has become subject to disqualification under 10th schedule, the President's decision in accordance with the opinion of the Council of Union Ministers shall be final. സോ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് പ്രസിഡന്റിന്റെ ഡിസിഷൻ എന്നാണ്. ആക്ച്വലി സ്പീക്കിംഗ് ഇങ്ങനെ ഒരു കോൺടാക്സിൽ നമുക്ക് വേണ്ടത് സ്പീക്കറിന്റെ ഡിസിഷൻ ആണ്. സോ അതുകൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. അടുത്തത്, there is no mention of the word political party in the Constitution of India. സോ ഇത് ചിലപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കി തരുന്ന ഒരു ചോദ്യമാണ്. അപ്പം പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ളത് നമ്മൾ ഏതെങ്കിലും ആർട്ടിക്കിൾ കണ്ടിട്ടുണ്ടോ എന്ന് ഓർത്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. എന്നാൽ നമ്മൾ ആന്റി ഡിഫെക്ഷന്റെ സെക്ഷനിലേക്ക് പോകുമ്പോൾ 10th ഷെഡ്യൂളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ക്ലിയർ ആയിട്ട് പൊളിറ്റിക്കൽ പാർട്ടി എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഷെഡ്യൂൾ എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യനും റോങ് ആണ്, ഈ ഒരു സ്റ്റേറ്റ്മെന്റും റോങ് ആണ്. സോ ഉത്തരം വരുന്ന ഏതാണ്?
ഡി ആണ്, നെയ്തർ 1 nor 2 എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത്. Consider the following statements. In India, the state governments have no power for making rules for grant of concessions in respect of extraction of minor minerals, even though such minerals are located in their territories. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിന് ഒരു പവറും ഇല്ല എന്നുള്ള കാര്യമാണ്. എന്നാൽ കൃത്യമായിട്ട് നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന് പവർ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ഇൻ ഇന്ത്യ ദ സെൻട്രൽ ഗവൺമെന്റ് ഹാസ് ദി പവർ ടു നോട്ടിഫൈ മൈനർ മിനറൽസ് അണ്ടർ ദി റെലവന്റ് ലോ. ഓക്കെ, ഇത് കറക്റ്റ് ആണ്. സെൻട്രൽ ഗവൺമെന്റിനാണ് ആ ഒരു അതോറിറ്റി ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് റോങ് ആയതുകൊണ്ട് ഈ ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 കറക്റ്റ് ഇത് വരുന്നില്ല, ആപ്ലിക്കബിൾ അല്ല. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 കറക്റ്റ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പിന്നെയും ആപ്ലിക്കബിൾ അല്ല. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് നോട്ട് കറക്റ്റ് എന്നുള്ളതും ആപ്ലിക്കബിൾ അല്ല. അപ്പൊ ഏതാണ് കൃത്യമായിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം? സ്റ്റേറ്റ്മെന്റ് 1 ഈസ് നോട്ട് കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ്. With reference to India, consider the following. Interstate Council, the National Security Council and Zonal Council. ഈ പറഞ്ഞിട്ടുള്ള 3 കാര്യങ്ങളിൽ how many of the above were established as per the provisions of the Constitution of India? Constitutional provisions-നെ ബേസ് ചെയ്തുകൊണ്ട് ഉണ്ടായിട്ടുള്ള ഓർഗനൈസേഷൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും ദ ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ മെൻഷൻ ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് ഫോം ചെയ്തിട്ടുള്ളത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിസിലാണ്. എന്നാൽ നാഷണൽ സെക്യൂരിറ്റി കൗൺസിലും സോണൽ കൗൺസിലും അങ്ങനെയല്ല ഫോം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും റോങ് ആണ്, ഇത് രണ്ടും തെറ്റാണ്. അപ്പൊ നമുക്ക് ഒറ്റ ഒരു ഉത്തരമാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, ഓൺലി 1. അപ്പം വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ ആണിത്. ഈ ഓൺലി 1 ഓൺലി 2 എന്നുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ വളരെ കൺഫ്യൂസിംഗ് ആണ്. സോ ഇത് നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നെ നോക്കിയാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. കാരണം നേരത്തെയൊക്കെ ആണെങ്കിൽ ഇപ്പം സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ് എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ ഓപ്ഷൻസ് കിട്ടിയേനെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ എളുപ്പമാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല വരുന്നത്. നമ്മൾ എല്ലാ കാര്യത്തെ പറ്റിയും എല്ലാ ഓപ്ഷൻസിനെ പറ്റി നമുക്ക് ധാരണയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഉത്തരത്തിലേക്ക് വന്നു ചേരാനോ എലിമിനേഷൻ മെത്തേഡ് ഒന്നും നമുക്ക് വർക്ക് ചെയ്യാനോ പറ്റാത്ത ഒരു അവസ്ഥയായിട്ട് മാറും. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യത്തിൽ ഉത്തരം എ ആണ്, ഓൺലി 1 ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. With reference to Indian polity, consider the following statements. The governor of a state is not answerable to any court for the exercise and performance of the powers and duties of his or her office. Very important. ഇതൊക്കെ നമ്മൾ ഗവർണറിന്റെ ഒരു ഇമ്മ്യൂണിറ്റി പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന കാര്യമാണ്. ഇത് ശരിയാണ്, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത് കറക്റ്റ് ആണ്. അതേപോലെ തന്നെ നോ ക്രിമിനൽ പ്രൊസീഡിംഗ് ഷാൽ ബി ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഓർ കണ്ടിന്യൂഡ് അഗെയിൻസ്റ്റ് ഗവർണർ ഡ്യൂറിംഗ് ഹിസ് ഓർ ഹെർ ടേം ഓഫ് ഓഫീസ്. ഇതും ഇമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് വരുന്നതാണ് ഗവർണറിന്റെ. അപ്പൊ ഈ 2 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വരുന്നത് മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ആൻഡ് ദേ ആർ നോട്ട് ലയബിൾ ടു എനി പ്രൊസീഡിംഗ്സ് ഇൻ എനി കോർട്ട് ഇൻ റെസ്പെക്ട് ടു എനിത്തിങ് സെഡ് വിത്തിൻ ദി ഹൗസ്. ഇവിടെയും അവർക്ക് കൊടുത്തിട്ടുള്ള ഒരു ഇമ്മ്യൂണിറ്റി തന്നെയാണിത്. അപ്പം സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനകത്ത് നടക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കോർട്ട് പ്രൊസീഡിങ്സിൽ അവർ ഹാജരാകേണ്ടതോ അല്ലെങ്കിൽ അത് നേരിടേണ്ടതായിട്ടുള്ള ആവശ്യമില്ല എന്നുള്ള ഒരു ഇമ്മ്യൂണിറ്റിയാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. സോ അങ്ങനെ നോക്കുമ്പോൾ ഈ 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ഓക്കെ, അപ്പം ഡി ആണ് 1, 2, 3 എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. കൺസിഡർ ദ ഫോളോയിങ് പേഴ്സ്. സ്റ്റേറ്റും ഡിസ്ക്രിപ്ഷനും ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം സ്റ്റേറ്റുമായിട്ട് മാച്ച് ചെയ്യുന്നതാണോ ഡിസ്ക്രിപ്ഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. അരുണാചൽ പ്രദേശിനെ പറ്റി പറയുന്നത് ദ ക്യാപിറ്റൽ ഈസ് നെയിംഡ് ആഫ്റ്റർ എ ഫോർട്ട്. അപ്പം ഇറ്റാ ഫോർട്ട് എന്ന് പറയുന്ന ഫോർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ക്യാപിറ്റൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശരിയാണ്. അതേപോലെ തന്നെ ഇവിടെ 2 നാഷണൽ പാർക്സ് ആണുള്ളത്. ഓക്കെ, അരുണാചൽ പ്രദേശിൽ 2 നാഷണൽ പാർക്സ് ആണ് ഉള്ളത്. അപ്പൊ ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ശരിയാണ്. അടുത്തത് നാഗാലാൻഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ദ സ്റ്റേറ്റ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഓൺ ദ ബേസിസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട്. കറക്റ്റ് ആണ്, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ടിന്റെ ബേസിസിലാണ് നാഗാലാൻഡ് എന്ന സ്റ്റേറ്റ് ഫോം ചെയ്തിട്ടുള്ളത്. അടുത്തത് ത്രിപുരയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ആദ്യം ഇറ്റ് വാസ് എ പാർട്ട് ഓഫ് ദി സീ സ്റ്റേറ്റ്. It became a centrally administered territory with the reorganization of the states in 1956 and later attained the status of a full-fledged state. Correct ആണ്. അതിന്റെ ഒരു ഓർഡറും പറഞ്ഞതും ശരിയാണ്. നേരത്തെ നമുക്കറിയാം, നമുക്ക് പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി, പാർട്ട് ഡി എന്നുള്ളതായിരുന്നു നമ്മുടെ സ്റ്റേറ്റിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ. അതിനുശേഷമാണ് റീഓർഗനൈസേഷന് ശേഷമാണ് സ്റ്റേറ്റ്സ് ആയിട്ട് ഫോം ചെയ്യുന്നതും യൂണിയൻ ടെറിട്ടറീസ് ആയിട്ടൊക്കെ വരുന്നതും. അപ്പൊ അതിൽ ഇവിടെ പറഞ്ഞിട്ടുള്ള ത്രിപുരയുടെ ഒരു ഇവോൾവിംഗ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് വളരെ കറക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. അപ്പോൾ ഓൾ ദ 3 ആണ് ഇവിടെ ഉത്തരം കറക്റ്റ് ആയിട്ട് വരുന്നത്.
Consider the following statements about Lokpal. Lokpaluമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് അടുത്ത ചോദ്യം. The power of Lokpal applies to public servants of India, but not to the Indian public servants posted outside India. അങ്ങനെ ഒരു മെൻഷനേ ഇല്ല. അത് ഇന്ത്യൻ പബ്ലിക് സർവൻസിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, പബ്ലിക് സർവൻസിന് ഓഫ് ഇന്ത്യക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം അവിടെ എവിടെയും പറഞ്ഞിട്ടില്ല പുറത്തുള്ള ഇന്ത്യൻ പബ്ലിക് സർവൻസ് അത് ആപ്ലിക്കബിൾ അല്ല എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് തെറ്റാണ്. രണ്ടാമത്തേത്, the chairperson or a member shall not be a member of the parliament or a member of the legislature of any state or union territory, and only the chief justice of India, whether incumbent or retired, has to be its chairperson. So ഈ പറഞ്ഞിട്ടുള്ളതും തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ല, അങ്ങനെ ഒരു എവിടെയും എടുത്ത് പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരാളായിരിക്കണം അല്ലെങ്കിൽ ഒരു ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം എന്താ പറയുക ഒരു ചെയർപേഴ്സൺ ആയിട്ട് വരേണ്ടത് എന്നുള്ള കാര്യമൊന്നും എടുത്ത് പറഞ്ഞിട്ടില്ല. ഇത് മൂന്നാമത്തേത് വരുന്നത്, ചെയർപേഴ്സൺ ഓർ എ മെമ്പർ ഷാൽ നോട്ട് ബി എ പേഴ്സൺ ഓഫ് ലെസ് ദാൻ 45 years of age on the date of assuming the office as the chairperson or member as the case may be. ഇത് കറക്റ്റ് ആണ്. 45 yearsൽ താഴെയുള്ള ആളുകളല്ല, 45 yearsന് മുകളിലേക്കുള്ള ആളുകളെയാണ് ഇവിടെ ചെയർപേഴ്സൺ ആയിട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് അത് കറക്റ്റ് ആണ്. അടുത്തത്, ലോക്പാൽ കനോട്ട് ഇൻക്വയർ ഇൻ ടു ദി അലിഗേഷൻസ് ഓഫ് കറപ്ഷൻ അഗേൻസ്റ്റ് ദ സിറ്റിംഗ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അങ്ങനെയും എവിടെയും ഒരു മെൻഷൻ ഇല്ല. ലോക്പാലിന് സിറ്റിംഗ് പ്രൈം മിനിസ്റ്ററിന്റെ അലിഗേഷൻസിനും കറപ്ഷൻ കേസസിനും വേണമെങ്കിലും ഇടപെടാനായിട്ട് സാധിക്കും. പക്ഷെ ലിമിറ്റഡ് ആയിട്ടുള്ള ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്, എന്നാലും അവർക്ക് ഇടപെടാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരൊറ്റ ഒരു കാര്യം മാത്രമേ ശരിയായിട്ട് വരുന്നുള്ളൂ. അത് 3 ആണ്, തേർഡ് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇന്ത്യൻ പോളിറ്റി എന്നുള്ള ഭാഗത്തു നിന്നും ഗവേണൻസ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നും നമുക്ക് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള മറ്റ് സെക്ഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിന്റെ എല്ലാം ഒരു അനാലിസിസ് നമ്മൾ നമ്മളുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും കാത്തിരിക്കുക. അതേപോലെ തന്നെ എക്സാംസ് എഴുതി എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നിങ്ങൾക്ക് ഉത്തരങ്ങൾ തെറ്റിപ്പോയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ക്ലിയർ ചെയ്യാൻ സാധ്യതയില്ല എന്നുള്ള തോന്നലുണ്ടാകുകയാണെങ്കിൽ ഒന്നുകൊണ്ടും അതുമായിട്ട് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനിയും കണ്ടിന്യൂ ചെയ്ത് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടരുക. പക്ഷെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക, എവിടെയാണ് തെറ്റ് പറ്റിയത് എന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. കാരണം അതായിരിക്കും നമുക്കൊരു ചേഞ്ച്, അടുത്ത വർഷത്തെ റിസൾട്ടിൽ ഒരു ചേഞ്ച് കൊണ്ടുതരാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു കാര്യത്തിന് മാത്രമായിരിക്കും. അപ്പൊ നമ്മൾ തന്നെ നമ്മളുടെ ഒരു ശൈലികളും നമ്മളുടെ എബിലിറ്റീസ് അല്ലെങ്കിൽ നമ്മളുടെ സ്കിൽസ് ഒക്കെ മാറ്റി കൊണ്ടുവരിക, സ്ട്രാറ്റജീസ് മാറ്റി നോക്കുക. അപ്പോൾ നമുക്ക് നമ്മളുടെ റിസൾട്ടും വ്യത്യസ്തമായിട്ട് മാറ്റാനായിട്ട് സാധിക്കും. സോ ഓൾ ദി വെരി ബെസ്റ്റ്.